ഓക്കെ, നമ്മൾ എന്താണ് 4 മാർക്സിന്റെ ക്വസ്റ്റ്യനിലേക്ക് പോകണം. അപ്പൊ നമ്മൾ 3 മാർക്സിന്റെ ക്വസ്റ്റ്യനിൽ ഏകദേശം നമ്മൾ എടുത്തത് ഒരു 3 മിനിറ്റ്സ് ഒക്കെയാണ്. ഒരു ക്വസ്റ്റ്യൻ ഒരു 3 മിനിറ്റ്സ് ഒക്കെയാണ് നമ്മൾ ആവറേജ് എടുത്തത്. അപ്പൊ നമുക്ക് ചിലപ്പോൾ വരയ്ക്കുന്ന ക്വസ്റ്റ്യനിലൊക്കെ നമുക്ക് കുറച്ച് സമയം പോകാം, ഒരു 4 മിനിറ്റ്സിലേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, പരമാവധി സ്പീഡിൽ തന്നെ കൃത്യമായിട്ട് വരയ്ക്കാനൊക്കെ പഠിക്കുക. മറ്റു ക്വസ്റ്റ്യൻസ് ആയാലും ഏകദേശം ഒരു 3 മിനിറ്റ്സ്, ആവറേജ് ഒരു 3 മിനിറ്റ്സ് ആണ് നമുക്ക് അവിടെ ആവശ്യം വരിക. ഓക്കെ, നമുക്കിനി അടുത്ത 4 മാർക്സിന്റെ ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. എഗെയിൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ എവിടെ വന്നേക്കുന്നത്? അരിത്തമെറ്റിക് സീക്വൻസിൽ നിന്നാണല്ലേ. എ സീക്വൻസ് ഈസ് റിട്ടൺ ബൈ ആഡിങ് 3 to multiples of 4. അപ്പൊ എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ സെക്ഷനിലും ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് തന്നെയാണ് പറഞ്ഞത് അല്ലേ. എല്ലാ പാർട്ട് 3 മാർക്കിന്റെ ആയാലും 4 മാർക്കായാലും 5 മാർക്കായാലും 2 മാർക്കായാലും എല്ലാത്തിലും എന്തുണ്ടാവും? അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ടാവും. ഓക്കെ, അതൊരു മസ്റ്റ്. ഫൈനൽ എക്സാമിൽ പോലും അതെന്താണ് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ ഇത് നോക്കാം. ഒരു സീക്വൻസ് എഴുതിയേക്കാണ്. ഇറ്റ്സ് റിട്ടൺ ബൈ ആഡിങ് 3 to multiples of 4. 3 കാര്യമാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ റൈറ്റ് ദ ആൾജിബ്രിക് ഫോം. സെക്കൻഡ് വൺ 10th ടേം ഓഫ് ദി സീക്വൻസ് കണ്ടുപിടിക്കണം. ഈസ് 100th ടേം ഓഫ് ദി സീക്വൻസ് വൈ. 3 കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് എഴുതി നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 11 നമ്മൾ പറഞ്ഞതാണ് 3 added to multiple of 4. അതിന്റെ ഓൾജിബ്രിക് ഫോം എഴുതുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ ഓൾജിബ്രിക് ഫോം എഴുതാൻ പറഞ്ഞാൽ എക്സ് എൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എക്സ് എൻ. ഓക്കെ, ഓൾജിബ്രിക് ഫോം നമുക്കറിയാം എക്സ് എൻ ആണ്. എക്സ് എൻ ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് 4ലേക്ക് 3 ആഡ് ചെയ്തു അല്ലെ. 3 ആഡഡ് ടു മൾട്ടിപ്പിൾ ഓഫ് 4. അപ്പൊ മൾട്ടിപ്പിൾസ് ഓഫ് 4 ഏതൊരു നമ്പറിന്റെ മൾട്ടിപ്പിൾ എഴുതാനായാലും ആ നമ്പർ ഇൻറ്റു എൻ, അതാണ് അതിന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത്. 4 into 1. എന്നിന് നമ്മൾ നമ്പേഴ്സ് മാറ്റി കൊടുക്കുന്ന എന്ത് വരും? 4 into 1, 4 into 2, 4 into 3, 4 into 4. അങ്ങനെ എന്ത് ചെയ്യും? എന്നിന് നമ്പേഴ്സ് മാറുന്നതനുസരിച്ച് നമുക്കറിയാം മൾട്ടിപ്പിൾസ് വരും. അതിലേക്ക് എന്താ ആഡ് ചെയ്യണം? 3 ആഡ് ചെയ്യണം എന്നാണ് പറഞ്ഞത് അല്ലെ. എക്സ് എൻ ഈക്വൽ ടു 4n plus 3 എന്നാണ് ഇവിടെ വരിക. അവിടെ ഇതാണ് എന്താ അതിന്റെ ഓൾജിബ്രിക് ടേം അല്ലെങ്കിൽ ഓൾജിബ്രിക് ഫോം എന്ന് പറയുന്നത്. ഇനി ബി എന്താണ്? 10th ടേം. 10th ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? x10 ആണ് അല്ലെ. x10 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? എന്നിന് പകരം 10 കൊടുക്കുക. അപ്പൊ എന്ത് വരും? 4 into 10 plus 3 that equals 40 plus 3 equals 43. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒറ്റയടിക്ക് മണക്കണക്ക് നേരെ 40 plus 3 43 എന്ന് ഒറ്റ സ്റ്റെപ്പിൽ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. ഇനി സി പാർട്ട് ക്വസ്റ്റ്യൻ ഈസ് 100th ടേം ഓഫ് ദി സീക്വൻസ്. 100 ഇതിന്റെ ഒരു ടേം ആണോ അല്ലയോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഓൾജിബ്രിക് ഫോം അറിയാം അല്ലെ. ഓൾജിബ്രിക് ഫോം അറിയാവുന്ന കേസുകളിൽ ഓൾജിബ്രിക് ഫോം വെച്ച് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. എന്ന് പറഞ്ഞാൽ 4n plus 3 ഈക്വൽ ടു 100 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇതിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്നിന് ഒരു ഇന്റിജർ വാല്യൂ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇന്റിജർ വാല്യൂ കിട്ടിയാൽ അത് ടേം ആണ്, അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ നമ്പർ കൃത്യമായിട്ട് കിട്ടിയാൽ നമുക്കത് ടേം ആണെന്ന് പറയാം. ഇനി അതല്ല, പൊസിഷൻ നമ്പർ കിട്ടുന്നില്ല, ആ എൻ എന്നുള്ളതിന് കൃത്യമായിട്ട് ഇന്റിജർ വാല്യൂ കിട്ടുന്നില്ല, നിങ്ങൾക്ക് ഒരു ഡെസിമലോ അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ ഒക്കെ ആയിട്ട് കിട്ടാണ്, നമുക്ക് ഒരിക്കലും പൊസിഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല. പൊസിഷൻ നമ്മൾ ഒരിക്കലും എന്തായിട്ട് പറയില്ല, ഡെസിമൽ ആയിട്ട് പറയില്ല അല്ലെ. 1.5 പൊസിഷൻ അല്ലെങ്കിൽ 2.5 പൊസിഷൻ അങ്ങനെ നമ്മൾ പറയില്ല. 1ാമത്തെ പൊസിഷൻ അല്ലെങ്കിൽ 2ാമത്തെ പൊസിഷൻ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു പോലെ. അപ്പൊ നോക്കിയേ, 4n plus 3 equal to 100 ആണെങ്കിൽ 4n equal to എന്ത് വരും? 100 minus 3 that equals 97. ഇനി അവിടെ എന്താ പ്രശ്നം നോക്കി, 4n equal to 97 അല്ലെ. 97 എന്ത് നമ്പറാ? ഓഡ് നമ്പർ ആണ്. 4ന്റെ മൾട്ടിപ്പിൾസ് ഓഡ് നമ്പർ ആവോ? ഇല്ലല്ലോ, കാരണം ഈവൻ നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾസ് എല്ലാം ഈവൻ നമ്പേഴ്സ് തന്നെയായിരിക്കും. ഓഡ് നമ്പറിന്റെ അങ്ങനെയല്ല. പക്ഷെ ഈവൻ നമ്പറിന്റെ ഏത് ഈവൻ നമ്പറിന്റെ ഏത് മൾട്ടിപ്പിൾ നിങ്ങൾ എടുത്താലും നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കണം? ഈവൻ നമ്പർ ആയിരിക്കണം. സ്വാഭാവികമായിട്ടും 4n equal to 97 എന്ന് പറഞ്ഞാൽ എന്തായാലും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം എന്താണ്, ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാം, ഹിയർ n ഈസ് നോട്ട് ആൻ ഇന്റിജർ. നമുക്ക് എന്നിന് വേണം കിട്ടില്ല, ഇന്റിജർ വാല്യൂ കിട്ടില്ല. therefore 100 ഈസ് നോട്ട് എ ടേം ഓഫ് ദിസ് സീക്വൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെ എഴുതണം. എന്തുകൊണ്ട് വൈ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടല്ലേ, ക്വസ്റ്റ്യനിൽ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. വൈ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. 4 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ 3 സബ് പാർട്ടേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ വൈ എന്നുള്ളതിന് കൃത്യമായിട്ട് ഉത്തരം അവിടെ വരണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ എന്താണ്, എന്നിന് എനിക്ക് കൃത്യമായിട്ട് ഇന്റിജർ വാല്യൂ കിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണ്, 100 അതിലെ ടൈം അല്ല. കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ റീസൺ എഴുതണം. ഓക്കെ, അങ്ങനെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. ക്വസ്റ്റ്യൻ നമ്പർ 12. അവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലെ. 2 പാർട്ട് ഉണ്ട്. എ പാർട്ട് കാൽക്കുലേഷൻ ആണ്, ബി പാർട്ട് വരയ്ക്കാനാണ് അല്ലെ. ഇൻ ദ പിക്ചർ എ ബി ഇസ് ഡയമീറ്റർ ഓഫ് സെമി സർക്കിൾ. അപ്പൊ എ ബി എന്താണ്, ആ ഒരു സെമി സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. പി സി എന്താണ്, അവിടെ പെർപെൻഡിക്കുലർ ആണ് ടു എ ബി.
ദെൻ എ പിയുടെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, പി ബിയുടെ തന്നിട്ടുണ്ട്. എ പി 5 ആണ്, പി ബി 3 ആണ്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് പി സി. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ പി സി എന്നുള്ളതിന്റെ ലെങ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ അതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 15 സ്ക്വയർ സെന്റിമീറ്റർ. അപ്പൊ ഈ ബി പാർട്ട് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്നു അല്ലെ. ഒരു റെക്ടാംഗിൾ വരയ്ക്കുക, അതിന് ആ റെക്ടാംഗിളിന്റെ ഏരിയ എത്രയാണോ അതിന് ഈക്വലന്റ് ആയിട്ട് സ്ക്വയർ വരയ്ക്കുക. ഇവിടെയും കൺസെപ്റ്റ് ഒക്കെ സെയിം തന്നെയാണ് അല്ലെ, ഓൾമോസ്റ്റ് കൺസെപ്റ്റ് ഒക്കെ സെയിം തന്നെയാണ്. നമ്മൾ വരയ്ക്കുന്ന രീതിയും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ക്വസ്റ്റ്യൻ ചെറുതായിട്ടൊന്ന് മാറ്റി ചോദിച്ചിട്ടുണ്ടെന്ന് മാത്രം. ഓക്കെ, നമുക്ക് നോക്കാം പി സി. അപ്പൊ എ പാർട്ട് ക്വസ്റ്റ്യൻ പി സിയുടെ ആണ്. നമ്മളവിടെ പഠിച്ചിട്ടുണ്ടെന്നാണ്, നമ്മളവിടെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടെന്നാണ്, പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം, പി എ എന്താണ്, 5 ഇൻറ്റു 3 ഈക്വൽസ് പി സി സ്ക്വയർ. അപ്പൊ ഞാൻ ഇക്വേഷൻ റിവേഴ്സ് ചെയ്താണ്. പി സി സ്ക്വയർ ഈക്വൽ ടു 5 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 15 വരും. അല്ലെങ്കിൽ പി സി ആ സ്ക്വയറുകളാണെങ്കിൽ എന്ത് ചെയ്യണം, റൈറ്റ് സൈഡിൽ റൂട്ട് വരണം. റൂട്ട് 15 സെന്റിമീറ്റർ. ഓക്കെ, റൂട്ട് 15 സെന്റിമീറ്റർ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല എന്നുള്ളൂ, റൂട്ട് 15 ആയിട്ട് സ്കെയിലിൽ കിട്ടില്ല എന്നുള്ളൂ. പക്ഷെ റൂട്ട് 15 സെന്റിമീറ്റർ എന്ന് എഴുതുന്നതിൽ തെറ്റില്ല. ഓക്കെ, ഇനി ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്, നമ്മളോട് ഏരിയ 15 ആയിട്ട് വരുന്ന സ്ക്വയർ വരയ്ക്കാനുള്ളതാണ് ചോദ്യം. ഈ സെയിം ഫിഗർ തന്നെ വരച്ചാൽ നമുക്ക് ഉത്തരം കിട്ടൂലേ. ഒന്ന് നോക്കിയേ, നമ്മൾ മറ്റേ ക്വസ്റ്റ്യൻ എന്താ ചെയ്തത്, ഏരിയ 15 ആയിട്ടുള്ള റെക്ടാംഗിൾ വരച്ചു, ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ച് സ്ക്വയർ വരച്ചു. ആ സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെയും വരിക. അപ്പൊ നമ്മൾ ഈ ഫിഗറിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ഒരു ഫിഗർ നോക്കുക, 5ഉം 3ഉം. ആദ്യം എന്ത് ചെയ്യുക, ഒരു 8 സെന്റിമീറ്റർ വരയ്ക്കുക, ദെൻ അവിടെ സെമി സർക്കിൾ വരയ്ക്കുക, ദെൻ ഈ 3 പോയിന്റ് അല്ലെങ്കിൽ ഈ പി എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു പെർപെൻഡിക്കുലർ മുകളിലേക്ക് വരയ്ക്കുക. ദെൻ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചത് എന്തായി, ആ സ്ക്വയർ ആയി. ഓക്കെ, ഇതാണ് നമ്മളോട് വരച്ച ചോദ്യം. അപ്പൊ നമുക്ക് വരച്ചു നോക്കാം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, ഫസ്റ്റ് 8 സെന്റിമീറ്റർ ലെങ്ത് ലൈൻ വരയ്ക്കുക. then 8 സെന്റിമീറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് സെന്റർ അറിയാം അല്ലെ. സെന്റർ എന്ന് പറയുമ്പോൾ 1 2 3 4 ഇവിടെയാണ് സെന്റർ വരിക. സെന്റർ മാത്രം മാർക്ക് ചെയ്താൽ പോരാ, നമുക്ക് ആ 3 എന്ന് പറയുന്നത് 5 3 എന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ്, അതാണ് നമ്മളുടെ പി. ഇതാണ് നമ്മളുടെ പി എന്ന് പറയുന്ന പോയിന്റ്. അത് നമ്മൾ മാർക്ക് ചെയ്തൊക്കെ വരുന്നില്ല, നമുക്ക് പിയിലാണ് പെർപെൻഡിക്കുലർ വരയ്ക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ സെമി സർക്കിൾ ആണ് വരയ്ക്കേണ്ടത്, എ ബി. ഓക്കെ, എയും ബിയും കണക്ട് ചെയ്തിട്ട്, അതായത് നിങ്ങൾക്ക് ഇവിടെ ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇതാണ് ഇതിന്റെ സെന്റർ ഒ. ഞാൻ ഇവിടെ ഒ എന്ന് മാർക്ക് ചെയ്താൽ ഒ ആണ് സെന്റർ. ഒ സെന്റർ ആയിട്ട് ഒ എ എന്ന് പറയുന്ന റേഡിയസ്, ഒ എ റേഡിയസ് എത്രയാണ്, 4 ആണ് വരിക അല്ലെ. ഒ എ റേഡിയസ് 4 ആണ് വരിക. അപ്പൊ 4 സെന്റിമീറ്റർ റേഡിയസ് അത് സെമി സർക്കിൾ ആക്കുക. ഓക്കെ, അപ്പൊ നമ്മള് സെമി സർക്കിൾ വരച്ചിട്ടുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യണം, പിയിൽ നിന്ന് മുകളിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. സോ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. സോ ഇത് 90 ഡിഗ്രി ആണ്. ദെൻ ഇത് പി സി. പി സി അപ്പൊ എത്ര ആയിരിക്കും, റൂട്ട് 15 ആയിരിക്കും അല്ലെ. നമ്മൾ നേരത്തെ ചെയ്ത അനുസരിച്ച് എന്താണ്, പി സി എന്ന് പറയുന്നത് റൂട്ട് 15 ആണ്. ഇനി ആ പി സി റൂട്ട് 15 വെച്ചിട്ട് നമ്മളൊരു സ്ക്വയർ വരച്ചു കഴിഞ്ഞാൽ, അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, ഈ താഴെയുള്ള ഈ താഴെയുള്ള പോയിന്റ് എന്ത് ചെയ്യുക, ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. ഈ ലൈനിങ് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. ഇനി എന്ത് ചെയ്യണം, പി സിയുടെ ലെങ്ത് എടുത്തിട്ട് എന്ത് ചെയ്യുക, പി സിയുടെ ലെങ്ത് എത്രയാണോ അത് ഇവിടെ ആദ്യം മാർക്ക് കട്ട് ചെയ്യുക. കോമ്പസ് യൂസ് ചെയ്തിട്ട് പിയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക. റൈറ്റ് സൈഡിൽ ആർക്ക് കട്ട് ചെയ്യുക. അതുപോലെ താഴെ നിന്ന് മുകളിലേക്ക്, മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ആർക്ക് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇങ്ങനെ ലൈൻസ് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ എന്ത് കിട്ടും, ഇവിടെ ഒരു സ്ക്വയർ കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ ഈ വരച്ചിരിക്കുന്ന പുതിയ സ്ക്വയർ, ഈ ഒരു സ്ക്വയർ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും, ഈ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് 15 സ്ക്വയർ സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ കൃത്യമായിട്ട് മെഷർമെന്റ്സ് എടുത്തിട്ട് വേണം വരയ്ക്കാൻ. സ്കെയിലും പെൻസിലും കോമ്പസ് ഒക്കെ യൂസ് ചെയ്ത് കൃത്യമായിട്ട് മെഷർമെന്റ് എടുത്ത് വരയ്ക്കുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 80 സെന്റിമീറ്റർ. ഇറ്റ്സ് ഏരിയ ഈസ് 384 സെന്റിമീറ്റർ. ഫൈൻഡ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദി റെക്ടാംഗിൾ. ഈ ഓൾമോസ്റ്റ് സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്താണല്ലേ. എനിക്ക് തോന്നുന്നു ആ ഏരിയയിലുള്ള വാല്യൂ 384 എന്നുള്ള വാല്യൂ മാത്രം എന്താണ് വ്യത്യാസമുള്ളൂ, ബാക്കി കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ചെയ്യാൻ നോക്കാം, നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടും. അത് സോൾവ് ചെയ്യാന്നുള്ളത് തന്നെയാണ് ഇവിടെ വരിക. എയും ബി ഒന്നുമില്ല, നേർക്ക് നേർ ലെങ്ത്തും ബ്രെഡ്ത്തും കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, തൽക്കാലം ലെങ്ത് ഞാൻ എന്തായിട്ട് എടുത്തു, ലെങ്ത് ബി എക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എന്താണ് പെരിമീറ്ററിന്റെ ഇക്വേഷൻ എന്താണ്, 2 ഇൻറ്റു എൽ പ്ലസ് ബി ഈക്വൽ ടു എന്ത് കിട്ടും, 80 ആണ് പെരിമീറ്റർ തന്നേക്കുന്നത് അല്ലെ. അപ്പൊ 2 ഇൻറ്റു എൽ പ്ലസ് ബി 18 ആണ്. എൽ പ്ലസ് ബി ഈക്വൽ ടു എത്രയാണ്, 40 എന്ന് വരും. ആ 2 റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഡിവിഷൻ ആവും. 80 ഡിവൈഡ് ബൈ 2 40 എന്ന് കിട്ടും. ദെൻ അങ്ങനെയാണെങ്കിൽ ബ്രെഡ്ത്ത് ഈക്വൽസ് എന്താണ്, 40 മൈനസ് ലെങ്ത്.
അപ്പോൾ ലെങ്ത് നമ്മൾ ഓൾറെഡി എക്സ് കൊടുത്തിരിക്കുന്നത് ഞാൻ എന്ത് ചെയ്യണത് 40 മൈനസ് എക്സ് എന്നാക്കാണ്. ഓക്കെ, 40 മൈനസ് എക്സ് എന്നാക്കാണ്. ഇനി നമുക്ക് ഏരിയയുടെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈക്വൽ ടു ഏരിയ എത്രയാണ് നമുക്കറിയാം, എത്രയാണ് ക്വസ്റ്റ്യൻ നോക്കുക, ഏരിയ എത്രയാണ് 384. ഇപ്പൊ 384 എന്ന് കിട്ടും. ഇനി ലെങ്ത് എന്താണ്, എക്സ് ആണ്. ബ്രെഡ്ത്തിന് നമുക്കറിയാം എന്താണ്, നമ്മൾ 40 മൈനസ് എക്സ് എന്നാണ് എടുത്തത് അല്ലെ. ദിസ് ഈക്വൽ ടു 384. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 40x മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽസ് 384. അപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്, എക്സ് സ്ക്വയർ നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആക്കുക എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ചെയ്യുക, സൈൻ മൊത്തം റിവേഴ്സ് ചെയ്യുക. എക്സ് സ്ക്വയർ മൈനസ് 40x ഈക്വൽ ടു മൈനസ് 384. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പോലെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇനി എന്ത് ചെയ്യണം, എക്സിന്റെ കോഎഫിഷ്യന്റ് ആരാണെന്ന് നോക്കുക. ഇവിടെ എത്രയാണ് എക്സിന്റെ കോഎഫിഷ്യന്റ് 40 ആണ്. ആ 40നെ നേരെ പകുതിയാക്കുക, സ്ക്വയർ ചെയ്യുക, രണ്ട് സൈഡിലും ആഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും, എക്സ് സ്ക്വയർ മൈനസ് 40x വരും. ഇനി എന്താണ്, 40യുടെ പകുതി 20 ആണ്. ആ 20യുടെ സ്ക്വയർ ഞാൻ ഇവിടെ ആഡ് ചെയ്തു, റൈറ്റ് സൈഡിലും ആഡ് ചെയ്യണം, ലെഫ്റ്റ് സൈഡിൽ മാത്രമല്ല റൈറ്റ് സൈഡിലും ഞാൻ ആഡ് ചെയ്തു. 20യുടെ സ്ക്വയർ ലെഫ്റ്റിലും റൈറ്റിലും ഞാൻ ആഡ് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ ലെഫ്റ്റിൽ എന്താ നോക്കി, എക്സ് സ്ക്വയർ മൈനസ് 40x പ്ലസ് 20 സ്ക്വയർ, അല്ലെങ്കിൽ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഫോമുലാണ്. അപ്പൊ എന്താവും, എക്സ് മൈനസ് 20 ദ ഹോൾ സ്ക്വയർ എന്നാവും. ദാറ്റ് ഈക്വൽസ് മൈനസ് 384 പ്ലസ് 400 എന്ന് വരും. സോ ഇത് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, മൈനസ് 384ഉം പ്ലസ് 400 ആണ്, രണ്ട് ഓപ്പോസിറ്റ് സൈൻസ് ആണ്. ഒരെണ്ണം വലുതോറും ചെറുതായിട്ട് നമുക്ക് ഡയറക്റ്റ് മൈനസ് ചെയ്താൽ 16 എന്ന് കിട്ടും. ഓക്കെ, ഇനി ലെഫ്റ്റ് സൈഡിൽ സ്ക്വയർ പോകണമെങ്കിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ റൈറ്റ് സൈഡിൽ എന്ത് ചെയ്യുക, റൂട്ട് എടുക്കുക. എക്സ് മൈനസ് 20 ഈക്വൽസ് റൂട്ട് 16, ദാറ്റ് ഈക്വൽസ് 4. റൂട്ട് 16 എന്ന് പറഞ്ഞാൽ 4 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് വിൽ ബി ഈക്വൽ ടു മൈനസ് 20 റൈറ്റ് സൈഡിലേക്ക് എല്ലാപ്പം വരും 4 പ്ലസ് 20, ദാറ്റ് ഈക്വൽസ് 24. ഓക്കെ, എക്സ് നമുക്ക് 24 എന്ന് കിട്ടി. അപ്പൊ എന്താണ്, ലെങ്ത് നമുക്ക് കിട്ടി അല്ലെ. ലെങ്ത് ആണ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തത്. ലെങ്ത് എത്ര കിട്ടി, 24 സെന്റിമീറ്റർ എന്ന് കിട്ടി. ദെൻ ബ്രെഡ്ത്ത് ഈക്വൽ ടു എന്താണ്, നമുക്കറിയാം എന്താണ്, 40 മൈനസ് ലെങ്ത് എന്നാണ് നമ്മൾ എഴുതിയത് അല്ലെ. അപ്പൊ 40 മൈനസ് 24 ഈക്വൽസ് 16 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ ലെങ്ത് നമുക്ക് കിട്ടി, ബ്രെഡ്ത്ത് നമുക്ക് കിട്ടി. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലായിരുന്നോ. ഓക്കെ, നമ്മൾ സെയിം ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് ഈ സിമിലർ മെത്തേഡ് ഒക്കെ തന്നെയാണ് ഈ ക്വസ്റ്റ്യനിലും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്നത് പെരിമീറ്ററും ഏരിയയും ആയിരുന്നു. നമ്മൾ ആദ്യം പെരിമീറ്ററിന്റെ ഇക്വേഷൻ എഴുതി. പെരിമീറ്ററിന്റെ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്തു, ലെങ്ത്തിനും ബ്രെഡ്ത്തിനും സെപ്പറേറ്റ് ആയിട്ട് ലെങ്ത് എക്സ് ആയിട്ടും ബ്രെഡ്ത്ത് ഇൻ ടൈംസ് ഓഫ് എക്സിലും നമ്മൾ കണ്ടു. ദെൻ ഏരിയയുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്യാനുള്ളതൊക്കെ മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ എന്താണ് ആഡ് ചെയ്യേണ്ടതെന്ന് ചെയ്തു. ദെൻ ആ ഇക്വേഷൻ ഷോർട്ട് ആക്കി. ദെൻ ബാക്കി സ്റ്റെപ്പുകൾ നമ്മൾ ഓരോന്നായിട്ട് ചെയ്തപ്പോൾ നമുക്ക് ലെങ്ത് 24 എന്നും ബ്രെഡ്ത്ത് 16 എന്നും കിട്ടി. ഓക്കെ, ക്ലിയർ അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. ക്വസ്റ്റ്യൻ നമ്പർ 14. ഇപ്പൊ രണ്ട് ക്ലാസ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം, പ്രോബബിലിറ്റി ആണ് ചോദ്യം. നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, നമ്മുടെ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ് എന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ. ഓൾമോസ്റ്റ് സിമിലർ ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ എവിടെയും ചെയ്തത്. നമ്മുടെ ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്കിലും ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ in class 10A there are 25 boys and 20 girls. In 10B there are 26 boys and 24 girls. One student is to be selected from each class. What is the probability of both being girls? What is the probability of both being boys? What is the probability of one boy and one girl? Okay, മൂന്ന് probabilities calculate ചെയ്യാന്നുള്ളതാണ്. Probabilities calculate ചെയ്യാൻ നമുക്കറിയാം, favorable outcome divided by total outcome. അങ്ങനെ ചെയ്താൽ മതി അല്ലേ. favorable outcome എത്രയാണെന്ന് നോക്കുക, divided by total outcome എത്രയാണെന്ന് നോക്കുക, നമുക്ക് അതിന്റെ ഉത്തരം കിട്ടും. നോക്കാം നമുക്ക്. അപ്പൊ രണ്ട് ക്ലാസ് ഉണ്ട്. 10A 25 boys then 20 girls. So total 45 students ആണ് ആ ക്ലാസ്സിലുള്ളത് അല്ലെ. ഇനി 10B നോക്കാം. 10Bയില് 26 boys 24 girls. So total 50 students ആണ് ആ ക്ലാസ്സിലുള്ളത് അല്ലെ. ഓക്കെ, നമുക്ക് ഇനി ഓരോന്നായിട്ട് എടുക്കാം. പാർട്ട് എ, ഞാൻ രണ്ട് ക്ലാസ്സിൽ നിന്നും ഓരോ സ്റ്റുഡൻസിനെ വെച്ച് എടുത്തു കഴിഞ്ഞാൽ രണ്ടും ഗേൾസ് ആവാനുള്ള പ്രോബിലിറ്റി ആണ് ആദ്യത്തെ ചോദ്യം. ഓക്കെ, ബോത്ത് ബീയിങ് ഗേൾസ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, ബോത്ത് ബീയിങ് ഗേൾസ് എന്നുള്ളതാണ്. പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്.
ഓക്കെ ഈക്വൽസ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കം. ഇവിടെ ടോട്ടൽ ഔട്ട്കം എന്ത് വരും? ടോട്ടൽ ഔട്ട്കം എന്ത് വരും ആലോചിച്ച് നോക്കി. ടോട്ടൽ ഔട്ട്കം എന്ന് പറഞ്ഞാൽ രണ്ട് ടോട്ടൽസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മൾ പെയറുകളായിട്ടാണ് എടുക്കുന്നത്. അപ്പൊ പെയർ ചെയ്യുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് വരിക. സോ നമ്മൾ എന്ത് ചെയ്യണം? 45 10A 45ഉം 10B 15 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. നിങ്ങൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ഉത്തരം തരേണ്ട, കാരണം നമുക്ക് മുകളിലുള്ളതൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ക്യാൻസൽ ചെയ്ത് പോകാനുണ്ടാവും. ക്യാൻസലേഷൻ എന്തായാലും ഉണ്ട്. അപ്പൊ 45 × 15 എന്നിട്ടാൽ മതി. ഇനി ബോത്ത് ഗേൾസ് ആണ്. അപ്പൊ രണ്ട് ക്ലാസ്സിലെയും ഗേൾസ് 10A ഗേൾസ് പറയുമ്പോൾ എത്രയായി? 20 ആണ് 10A ഗേൾസ്, 10B ഗേൾസ് 24 ആണ്. അപ്പൊ നേരത്തെ നേരം എന്ത് ചെയ്യുക? അത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. സോ സീറോസ് ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്താ ഉള്ളത്? 2 × 24 ഉണ്ട്, 45 ഉണ്ട്. സോ അതിൽ ഇനി കോമൺ ആയിട്ട് വരുന്നുണ്ട് അല്ലേ? ഏതാണ്? 24 എനിക്ക് 8 × 3 എന്ന് എഴുതാം. 45 എനിക്ക് എന്ത് എഴുതാം? 15 × 3 എന്ന് എഴുതാം. അപ്പൊ 3 രണ്ടും ക്യാൻസൽ ആയി പോകും. ദെൻ ബാക്കി എന്ത് വരും? 2 × 8 16 വരും, ഡിവൈഡ് ബൈ 15 × 5 75 എന്ന് വരും. അപ്പൊ 16 ഡിവൈഡ് ബൈ 75 ആണ് എന്ത്? പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്. സെയിം മോഡൽ തന്നെയാണ് എന്ത് വരിക? പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബോയ്സ്. രണ്ടും ബോയ്സ് ആണുള്ള പ്രോബബിലിറ്റി ആണ് അടുത്ത് വരിക അല്ലെ? അപ്പൊ എന്ത് വരും? രണ്ട് ബോയ്സിന് എണ്ണം നോക്കുക. അതാണ് ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത്. ഇപ്പൊ ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് എന്താണ്? 10A 25 ബോയ്സും 10B 26 ബോയ്സും ആണുള്ളത്. ദെൻ ടോട്ടൽ ഔട്ട്കം സെയിം ആണ്, 45 × 50. ഇവിടെ നമ്മൾ ആരെ ക്യാൻസൽ ചെയ്യും? നമുക്ക് ഒറ്റോടിൽ തന്നെ അറിയാം ആരാണ്. 25നെയും 50നെയും ക്യാൻസൽ ചെയ്യാം. എനിക്ക് എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. ഇനി ആരെ ക്യാൻസൽ ചെയ്യാം? 26നെയും 2നെയും ക്യാൻസൽ ചെയ്യാം. എനിക്ക് എന്ത് കിട്ടും? 13 എന്ന് കിട്ടും. ഓക്കെ, സോ എന്ത് വരും? മുകളിൽ 13 മാത്രമാണ് ബാക്കിയുള്ളൂ, താഴെ 45 മാത്രമാണ് ബാക്കിയുള്ളൂ. അപ്പൊ എന്ത് കിട്ടി? 13 ഡിവൈഡഡ് ബൈ 45. അപ്പൊ ആദ്യത്തെ 16 ഡിവൈഡ് ബൈ 75 ആയിരുന്നു, രണ്ടാമത് 13 ഡിവൈഡ് ബൈ 45. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി ഓഫ് 1 ബോയ് ആൻഡ് 1 ഗേൾ. അപ്പൊ ഇവിടെ എന്താണ്? കോമ്പിനേഷൻ ആണ് വരുന്നത് അല്ലെ? ഒരു ബോയ് ഒരു ഗേൾ. അപ്പൊ നമ്മളുടെ ടോട്ടൽ ഔട്ട്കത്തിൽ വ്യത്യാസമില്ല, 45 × 50 തന്നെയാണ് വരിക. ഇനി ഫേവറബിൾ ഔട്ട്കംസിൽ വ്യത്യാസം വരും. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 1 ബോയ് 1 ഗേൾ വെച്ചാണ് എടുക്കേണ്ടത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? ഈ ക്ലാസ്സിൽ, അതായത് നമ്മളുടെ 10A ബോയ്സിനെയും 10B ഗേൾസിനെയും തമ്മിൽ പെയർ ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും? 25 × 24 ആണ് ആദ്യത്തെ പെയർ വരിക. ഓക്കെ, 25 × 24 ആണ് ആദ്യത്തെ പെയർ വരിക. പ്ലസ് നമുക്ക് എന്ത് വരും? രണ്ടാമത്തെ പെയർ എന്ന് പറയുന്നത് ആരാണ്? 20 ഗേൾസും 26 ബോയ്സും, അതായത് 10A ഗേൾസും 10B ബോയ്സും. അങ്ങനെയാണ് അടുത്ത പെയറിങ് വരിക. അപ്പൊ 20 × 26 എന്ന് വരും. 20 × 26 നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? രണ്ട് ഫ്രാക്ഷൻ ആയിട്ട് എഴുതിട്ട് ക്യാൻസൽ ചെയ്ത് കളയാം. എന്നാൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്താൽ ഉത്തരം തന്നെയായിരിക്കും കിട്ടുക. ഓക്കെ, നിങ്ങൾ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 1120 എന്ന് കിട്ടും. ഇനി താഴെ 45 × 5 അല്ലെങ്കിൽ 45 × 50 എന്ന് കഴിയുമ്പോൾ എന്ത് കിട്ടും? ഓക്കെ, അപ്പോൾ എന്താണ്? ഡിനോമിനേറ്ററിൽ 45 × 50 ചെയ്യുമ്പോൾ 2250 എന്നാണ് വരിക. സീറോസ് ക്യാൻസൽ ആവും. എന്ത് വരും? 112 ഡിവൈഡഡ് ബൈ 225. ഓക്കെ, സോ എന്താണ്? നമുക്കിവിടെ പ്രത്യേകിച്ച് ക്യാൻസൽ ചെയ്യാനൊന്നുമില്ല. അപ്പൊ നമ്മുടെ പ്രോബിലിറ്റി എന്താണ്? 112 ഡിവൈഡ് ബൈ 225 എന്ന് തന്നെ എഴുതിയാൽ മതി. ഓക്കെ, സോ പ്രോബിലിറ്റി ക്ലിയർ ആണല്ലോ? നമുക്ക് എല്ലാത്തിലും എന്താണ്? ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ് ആണ്. ടോട്ടൽ ഔട്ട്കംസ് എല്ലാത്തിനും സെയിം ആണ്. ഫേവറബിൾ ഔട്ട്കംസ് നമ്മളോട് എന്താണോ ചോദിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് മാറ്റുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 15. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 15 നമുക്ക് എന്തുണ്ട്? ഒരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ABCD എന്നൊരു പാരലോഗ്രാം, അവിടെ മൊത്തത്തിൽ ഒരു വലിയൊരു പാരലോഗ്രാം കാണാം. BC മൊത്തത്തിൽ താഴത്തെ ലെങ്ത് എത്രയാണ്? 15 തന്നിട്ടുണ്ട്. ആംഗിൾ B 45 ആണ്. AB ലെങ്ത് തന്നിട്ടുണ്ട്. AM പെർപെൻഡിക്കുലർ ടു BC ആണെന്ന് തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് തന്നേക്കുന്നത്. നിങ്ങളുള്ള ചോദ്യം, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് AM ആൻഡ് BM. AM-ന്റെയും BM-ന്റെയും ലെങ്ത് കണ്ടുപിടിക്കാം. അതായത് AM എന്ന് പറയുന്നത് ഈ ലെങ്ത് ആണ്, ഈ ഒരു ഡിസ്റ്റൻസ് ആണ് AM. BM എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഒരു ട്രയാങ്കിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ AMB അല്ലെങ്കിൽ ABM എന്ന് പറയുന്നത് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ആ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് തന്നിട്ടുണ്ട്, ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, മറ്റ് രണ്ട് സൈഡ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. ദെൻ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് MC. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്ര വരും? ഈ MC എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്ര വരും? അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം എന്താണ്? BC മൊത്തത്തിൽ എത്രയാണ്? 15 തന്നിട്ടുണ്ട്. നമുക്ക് BM കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ?
ദെൻ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി ഡയഗണൽ എ സി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ എ സി എന്ന് പറഞ്ഞ ഈ ഒരു ഡയഗണലിന്റെ ലെങ്ത് കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? നമ്മളോട് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞത്. നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ എം ആൻഡ് ബി എം. അപ്പൊ എ എമ്മും ബി എമ്മും കണ്ടുപിടിക്കാവുന്നതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം, ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. ട്രയാങ്കിൾ എ പാർട്ട് ക്വസ്റ്റ്യൻ, ട്രയാങ്കിൾ എ എം ബി. അപ്പൊ അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഒരു ആംഗിൾ 90 ഡിഗ്രി, അവിടെ പെർപെൻഡിക്കുലർ ഉള്ള ഒരു ആംഗിൾ 90 ഡിഗ്രി ആണ്. ഒരു ആംഗിൾ 45 എന്ന് തന്നിട്ടുണ്ട് അല്ലെ. സ്വാഭാവികമായിട്ടും അതിന്റെ ആംഗിൾസിന്റെ റേഷ്യോ ഓഫ് ആംഗിൾസ് എന്ത് വരും? 45. ഒരു ആംഗിൾ 45, മറ്റേത് 90 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്ത ആംഗിൾ എത്ര തന്നെ വരണം? 45 തന്നെ. 45 90. അപ്പൊ നമുക്കറിയാം ട്രിഗ്നോമെട്രിയിൽ നമ്മൾ പഠിച്ചാണ് എന്ത്, 45 90 വരുമ്പോൾ റേഷ്യോ ഓഫ് സൈഡ്സ് എന്ത് വരും? റേഷ്യോ ഓഫ് സൈഡ്സ് എന്ത് വരും? 1:1:√2 എന്നായിരിക്കും വരാം അല്ലെ. 1:1:√2 എന്നായിരിക്കും വരാം. ഇനി നിങ്ങൾക്ക് തന്നിരിക്കുന്ന സൈഡ് ഏതാണ്? നിങ്ങളുടെ ആ ഫിഗർ നോക്കുക. ഫിഗറിൽ അവിടെ ഒരു 10√2 തന്നിട്ടുണ്ട് അല്ലെ. 10√2 തന്നേക്കുന്നത് എവിടെയാണ്? നിങ്ങളുടെ 90ക്ക് ഓപ്പോസിറ്റ് ആണ് 10√2 തന്നേക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, 90ക്ക് ഓപ്പോസിറ്റ് എന്ത് ചെയ്യുക, ഇവിടെ 10√2 തരും. ഓക്കെ, ഇനി നിങ്ങൾക്ക് അറിയാം ഇതിന്റെ മറ്റ് റേഷ്യോ പാർട്ടിലേക്ക് പോകാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ കറസ്പോണ്ടിങ് റേഷ്യോ, അതായത് ഈ √2 വെച്ച് എന്ത് ചെയ്താൽ മതി, ഇതിനെ ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ 10√2നെ √2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ്, √2 തന്നെ ക്യാൻസൽ ആയി പോകും. അപ്പോൾ എന്ത് വരും? 10:10:√2 എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് സൈഡുകളാണ് പിന്നുള്ളത്. ആ രണ്ട് സൈഡ് ഏതൊക്കെയാണ്? ബി എമ്മും എ എമ്മും ആണ്. അപ്പൊ ബി എം ഈക്വൽ ടു എ എം ഈക്വൽ ടു 10 സെന്റിമീറ്റർ എന്നാണ് കിട്ടുക. ഓക്കെ, ബി എം ഈക്വൽസ് എ എം ഈക്വൽസ് 10 സെന്റിമീറ്റർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആ റേഷ്യോ പാർട്ട് വെച്ച് ഡയറക്റ്റ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ബി എമ്മും കിട്ടി, എ എമ്മും കിട്ടി. ഇതിനടുത്തത് എന്താണ്? എം സി. എം സി കിട്ടാൻ നമ്മൾ പറഞ്ഞത് എന്താണ്? ബി സിയിൽ നിന്ന് ബി എം മൈനസ് ചെയ്താൽ മതി. അപ്പൊ നമ്മളുടെ ബി പാർട്ട് ക്വസ്റ്റ്യൻ എം സി ആണ്. എം സി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? മൊത്തമുള്ള ബി സിയിൽ നിന്ന് ബി എം മൈനസ് ചെയ്യുക. ഓക്കെ, ബി സി എത്ര തന്നിട്ടുണ്ട്? 15 തന്നിട്ടുണ്ട്. ബി എം നമുക്ക് ഇപ്പൊ 10 ആണെന്ന് കിട്ടി. സോ മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അതും കിട്ടി. ഇനി അടുത്ത എന്താണ്? ബി സി ആണ്. സി പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി ട്രയാങ്കിൾ എ സി. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഈ ഡിസ്റ്റൻസ് 5 ആണെന്ന് കിട്ടി, ഈ ഡിസ്റ്റൻസ് 10 ആണെന്ന് കിട്ടി. ഇനി ഇവിടെ 90 ആണെങ്കിൽ ഈ ആംഗിൾ എന്താണ്? 90 ആണ്. അപ്പൊ എ എം സി എന്താണ്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഓക്കെ, എന്ത് ചെയ്യുക? കൺസിഡർ ട്രയാങ്കിൾ എ എം സി. ആ എ എം സി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. അതെന്താണ്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ രണ്ട് സൈഡ് അറിയാമെങ്കിൽ മൂന്നാമത്തെ സൈഡ് നമുക്ക് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുക. ഓക്കെ, സോ എ സി ഈക്വൽസ്, എ സി എന്താണ് അവിടെ? 90ക്ക് ഓപ്പോസിറ്റ് ആണ്. സോ അത് ഹൈപ്പോട്ടിന്യൂസ് ആണ്. നമുക്കറിയാം എന്താണ്? ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈക്വൽസ് ബേസ് സ്ക്വയർ പ്ലസ് ഹോൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നുള്ളതാണ് പൈതഗോറസ് തിയറം. ഓക്കെ, നമുക്കറിയാം എന്താണ്? ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈക്വൽസ് ബേസ് സ്ക്വയർ പ്ലസ് ഹോൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഓക്കെ, അല്ലെങ്കിൽ ഹൈപ്പോട്ടിന്യൂസ് ഇട്ടാൽ റൂട്ട് ചെയ്താൽ മതി അല്ലെ. അപ്പൊ എന്താണ്? പെർപെൻഡിക്കുലർ സൈഡ്സ് സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യുക. 10 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ദാറ്റ് ഈക്വൽസ് √100 പ്ലസ് 25 ദാറ്റ് ഈക്വൽസ് √125. ഓക്കെ, √125 വേണമെങ്കിൽ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. 5√5 എന്നുള്ള രീതിയിൽ സിംപ്ലിഫൈ ചെയ്യാം, നിർബന്ധമില്ല. √125 സെന്റിമീറ്റർ എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി? എ സി എന്ന് പറയുന്ന ഡയഗണലിന്റെ ലെങ്ത് കിട്ടി. എത്രയാണ്? √125 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ പറഞ്ഞതാണ് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യാന്ന് നോക്കാം. എന്ത് ചെയ്താൽ മതി? എനിക്ക് റൂട്ടിനുള്ളതിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയറിനെ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതാം. 25 × 5 അല്ലെ. 25 × 400, 25 × 5 125 ആണ്. ഇത് 25 റൂട്ട് ഉണ്ട്. ആ റൂട്ട് ഉള്ള ആളെ മാത്രം ഞാൻ പുറത്തെടുത്തു. 5√5 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ എന്താണ്? നമുക്ക് എ സി എന്ന് പറയുന്ന ലെങ്ത്തും കിട്ടി. അതായത് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഡയഗണൽ കിട്ടിയില്ലേ? ക്ലിയർ ആണല്ലോ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മളുടെ ട്രിഗ്നോമെട്രിയിൽ നമ്മൾ പഠിച്ച റേഷ്യോയുടെ ക്വസ്റ്റ്യൻ റേഷ്യോ പാർട്ട് ഇട്ടിട്ടാണ് ചെയ്തത്. സെക്കൻഡ് പാർട്ട് നമുക്ക് ജസ്റ്റ് മൈനസ് ചെയ്യാനുണ്ടാവുള്ളൂ. തേർഡ് പാർട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ പൈതഗോറസ് തിയറം നമ്മൾ പണ്ട് പഠിച്ച പൈതഗോറസ് തിയറം. നമുക്ക് പൈതഗോറസ് തിയറം എപ്പോഴും ആവശ്യം വരുന്ന സാധനമാണ്. ഓക്കെ, അപ്പൊ എന്താണ്? പൈതഗോറസ് തിയറം നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന കേസാണ് എല്ലാ ക്ലാസ്സുകളിലും. ഇനിയിപ്പോൾ എപ്പോൾ നിങ്ങൾക്ക് നോക്കിയാലും പൈതഗോറസ് തിയറം നമുക്കറിയാം. ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ പൈതഗോറസ് തിയറം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പൈതഗോറസ് തിയറം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പൊ അത് വെച്ചിട്ടാണ് നമുക്ക് സി പാർട്ട് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തത്.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. ഓക്കെ, നമ്മളുടെ 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം ഏത് ചാപ്റ്റർ ആണ്. ഓക്കെ, നമ്മളുടെ പോളിനോമിയൽസിന്റെ ചാപ്റ്റർ ആണ്. അവിടെ ഒരു പോളിനോമിയൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, പി ഓഫ് എക്സ് തന്നിട്ടുണ്ട്. പി ഓഫ് ടു കണ്ടുപിടിക്കുക, ദെൻ പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് ടു കാണുക, ദെൻ അതിനെന്ത് ചെയ്യുക, പ്രൊഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആയിട്ട് എഴുതുക. ഓക്കെ, എഴുതി നോക്കാലോ. പി ഓഫ് എക്സ് ഈക്വൽസ് എക്സ് സ്ക്വയർ മൈനസ് 11x പ്ലസ് 21. ഓൾമോസ്റ്റ് സിമിലർ ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, പി ഓഫ് എക്സ് ഈക്വൽസ് എക്സ് സ്ക്വയർ മൈനസ് 11x പ്ലസ് 21. ക്വസ്റ്റ്യൻ നമ്പർ 16. പി ഓഫ് എക്സ് ഈക്വൽസ് എക്സ് സ്ക്വയർ മൈനസ് 11x പ്ലസ് 21. ഓക്കെ, എക്സ് സ്ക്വയർ മൈനസ് പി ഓഫ് 11x പ്ലസ് 21. ഇനി എ പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്? പി ഓഫ് ടു കാൽക്കുലേറ്റ് ചെയ്യുക. പി ഓഫ് ടു കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആ എക്സിന് 2 കൊടുക്കുക. 2 സ്ക്വയർ മൈനസ് 11 ഇൻറ്റു 2 പ്ലസ് 21. അപ്പൊ എന്ത് വരും? 2 സ്ക്വയർ 4 ആണ്, മൈനസ് 11 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 22 ആണ്, പ്ലസ് 21. അപ്പൊ ഇത് നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എന്താണ് ആദ്യം പോസിറ്റീവ് സയൻസ് ആഡ് ചെയ്യുക. എന്ത് വരും? 21ഉം 4ഉം ആണ് പോസിറ്റീവ് ഉള്ളത്, ആഡ് ചെയ്യുമ്പോൾ 25 വരും. മൈനസ് എന്ത് ചെയ്യുക? 22 ചെയ്യുക. അപ്പൊ 25 മൈനസ് 22 ദാറ്റ് ഈക്വൽസ് 3 എന്ന് കിട്ടും. ഓക്കെ, പി ഓഫ് 2 കിട്ടി. ദെൻ ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്? പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2 എന്ത് വരും നോക്കിയേ. പി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 11x പ്ലസ് 21 ആണ്. അതിൽ നിന്ന് പി ഓഫ് 2 മൈനസ് ചെയ്യാൻ പറഞ്ഞാൽ 3 മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരത്തെ കിട്ടിയതാണ് എന്ത്? പി ഓഫ് 2. അപ്പൊ 3 മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ മൈനസ് 11x. ഇനി 21 മൈനസ് 3 ആണ്, എന്ത് വരും? അത് 18 എന്ന് വരും. ഓക്കെ, അപ്പൊ ഈ പോളിനോമിയലിനാണ് നമുക്ക് പുതിയതായിട്ട് കിട്ടിയ ഈ ഒരു പോളിനോമിയൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആയിട്ട് എഴുതാം. അതാണ് നമ്മുടെ സി പാർട്ട് ക്വസ്റ്റ്യൻ. അതായത് എക്സ് സ്ക്വയർ മൈനസ് 11x പ്ലസ് 18 ഈക്വൽ ടു എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി എന്ന് എഴുതണം. ഇതിൽ എയും ബിയും നിങ്ങൾ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിലെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് ചെയ്യുന്നത് എങ്ങനെയാ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ബി സ്ക്വയർ മൈനസ് 4ac ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് എന്നുള്ള രീതിയിൽ ചെയ്യാം. എന്താണ്? എ ബി ഈക്വൽസ് 18. അതായത് ഈ കിടക്കുന്ന കോൺസ്റ്റന്റ് പാർട്ട് ആയിരിക്കും എന്തിൽ വരിക? മൾട്ടിപ്ലിക്കേഷൻ എ ബിയിൽ വരിക. ദെൻ എ പ്ലസ് ബി ഈക്വൽ ടു എന്ത് വരും? 11 വരും. അതായത് ഈ കിടക്കുന്ന പാർട്ടായിരിക്കും ഇവിടെ വരിക, എ പ്ലസ് ബിയിൽ വരിക. ദെൻ 18 വരുന്നത് എന്താണ്? എ ബിയിലാണ് ഈ 18 വരിക. ഓക്കെ, അതായത് രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 18 കിട്ടണം, ദെൻ ആഡ് ചെയ്യുമ്പോൾ 11 കിട്ടണം. അങ്ങനെയുള്ള പോസിബിലിറ്റീസ് എഴുതി വെക്കുക. എ ബി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 18 കിട്ടണമെങ്കിൽ ഒന്ന് 1ഉം 18ഉം ആണ്. പക്ഷെ അത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 19 വരും. അപ്പൊ അതല്ല. ദെൻ 2 വരുമ്പോൾ ഇവിടെ 9 വരും. 2 പ്ലസ് 9 എന്താണ്? 11 ആണ്. നമ്മളൊന്നുകൂടി വെരിഫൈ ചെയ്ത് നോക്കുക. 3 വരാം. 3 വന്നു കഴിയുമ്പോൾ ഇവിടെ 6 വരും. 3 into 6 18 ആണ്. പക്ഷെ 6 plus 3 9 ആണ് അവളും. ഇനി അടുത്ത വേറെ മൾട്ടിപ്പിൾസ് ഒന്നും വരുന്നില്ല. അപ്പൊ എന്താണ്? നമുക്ക് ആവശ്യമുള്ള പേർ ആരാണ്? 2 plus 9 11 ആണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു? എ ഈക്വൽസ് 2, ബി ഈക്വൽസ് 9. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതുള്ളൂ. ഇത് നമുക്ക് ബി സ്ക്വയർ മൈനസ് 4ac ഫുൾ എപ്പോഴും അത് തന്നെ ഇടണമെന്ന് നിർബന്ധമില്ല. ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യാം? എക്സ് സ്ക്വയർ മൈനസ് 11x പ്ലസ് 18 ഈക്വൽ ടു എന്ത് വരും? എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 9. അപ്പൊ ഈ രീതിയിലേക്ക് എനിക്ക് എന്ത് ചെയ്യാം? മാറ്റി എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് പ്രൊഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. സിമ്പിൾ ആണല്ലോ. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് എക്സിന്റെ രണ്ട് റൂട്ട്സ് കണ്ടുപിടിക്കുക. ആ റൂട്ട് കണ്ടുപിടിച്ചിട്ട് എയുടെയും ബിയുടെയും സ്ഥാനത്തിട്ട് കൊടുത്താലും നിങ്ങൾക്ക് സെയിം ഉത്തരം തന്നെയായിരിക്കും കിട്ടുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏത് മെത്തേഡ് ആണോ കൺവീനിയന്റ് ആയിട്ട് തോന്നുന്നത് ആ മെത്തേഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. ഓക്കെ, കാര്യം പോളിനോമിയൽ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു പേടിയൊക്കെ തോന്നും. ചിലപ്പോൾ പോളിനോമിയൽ കുറച്ച് ടഫ് ചാപ്റ്റർ അല്ലേ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ എന്താണ്? നമുക്ക് ചെയ്ത് വരുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ് ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 17ലേക്ക് പോകാലോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 17 അവിടെ നിങ്ങൾക്ക് ഒരു അഗൈൻ കോർഡിനേറ്റ് ജിയോമെട്രി തന്നെയാണ്. അവിടെ ഒരു റെക്ടാംഗിൾ വന്നിട്ടുണ്ട് ABCD പാരലൽ ടു ആക്സിസ്. എക്സ് ആക്സിനും വൈ ആക്സിനും പാരലൽ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. കോർഡിനേറ്റ്സ് ഓഫ് എ ആൻഡ് സി ആർ ഗിവൺ. ഓക്കെ, എയുടെയും സിയുടെയും തന്നിട്ടുണ്ട്. എ എന്നാണ് 3 1 ആണ്, ബി എന്ന് പറയുന്നത് 7 4 ആണ്. സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാം ഇതിന്റെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ബിയുടെയും ഡിയുടെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക. അതായിരിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരിക. ദെൻ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ഡയഗണൽ ഓഫ് ദ റെക്ടാംഗിൾ.
റെക്ടാങ്കിളിന്റെ ഡയഗണൽ ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ ഏത് ഡയഗണൽ എടുത്താലും ഇവിടെ രണ്ട് രീതിയിൽ ഡയഗണൽ വരയ്ക്കാം. എ സി എന്ന് പറഞ്ഞ ഡയഗണൽ ഇങ്ങനെ വരയ്ക്കാം, ബി ഡി എന്ന് പറയുന്ന ഡയഗണൽ ഇങ്ങനെ വരയ്ക്കാം. ഈ രണ്ട് ഡയഗണലിന്റെ ലെങ്ത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ ഏതെങ്കിലും ഒരു ഡയഗണൽ ഞാൻ പ്രിഫർ ചെയ്യുക എ സി ആണ്. കാരണം എന്താണ്? നമ്മൾ ബിയുടെയും ഡിയുടെയും കോർഡിനേറ്റ്സ് കാണുന്നത് തെറ്റിപ്പോയാലും എ സി ഡയഗണലിൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, കാരണം എയും സിയും ഓൾറെഡി ക്വസ്റ്റ്യനിലുള്ളതാണ്. ക്ലിയർ ആണല്ലോ? ചെയ്ത് നോക്കാം. അപ്പൊ എ 3 1 ആണ്, സി 7 4 ആണ്. അങ്ങനെയാണെങ്കിൽ ബി എന്ത് വരും? അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ പരമാവധി എന്ത് ചെയ്യുക? നമ്മൾ ജസ്റ്റ് ഫിഗർ ഒന്ന് എന്ത് ചെയ്യുക? വരച്ചു വെക്കുക. ഫിഗർ വരയ്ക്കുക. ഇത് എ, ബി, സി, ഡി. എ എന്ന് പറയുന്നത് എന്താണ്? 3 1 ആണ്. ഇത് 7 4 ആണ്. സ്വാഭാവികമായിട്ടും ബിയുടെയും ഡിയുടെയും കിട്ടാൻ എന്ത് ചെയ്യണം? ഇപ്പൊ എയിൽ നിന്ന് ബിയിലേക്ക് ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പോൾ ആര് മാറില്ല നമുക്കറിയാം? വൈ കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യില്ല. 1 അവിടെ ചേഞ്ച് ചെയ്യില്ല. 3 എന്നുള്ളത് കൂടി കൂടി എത്രയാവും? മുകളിൽ നിന്ന് സി നിന്ന് താഴേക്ക് വരുമ്പോൾ എന്താണ്? മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ആറ് ചേഞ്ച് ചെയ്യില്ല? 7 ചേഞ്ച് ചെയ്യില്ല. 4 മാത്രമായിരിക്കും ചേഞ്ച് ചെയ്യുക. അപ്പൊ 7 ആയിരിക്കും ഇവിടെ വരിക. 7 1. അപ്പൊ നമുക്ക് ബിയുടെ കോർഡിനേറ്റ് കിട്ടി എന്താണ്? 7 1. ഓക്കെ, ഇനി വേണ്ട ആരെയാണ്? ഡി ആണല്ലേ. ഡിയുടെ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? താഴെ നിന്ന് മുകളിൽ എയിൽ നിന്ന് ഡിയിലേക്ക് പോകുമ്പോൾ ആര് മാറില്ല നമുക്കറിയാം? 3 ചേഞ്ച് ചെയ്യില്ല അല്ലെ. 3 ചേഞ്ച് ചെയ്യില്ല. ദെൻ അതായത് എക്സ് കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യില്ല. ദെൻ ഡി ടു സി ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പോൾ ആരാ ചേഞ്ച് ചെയ്യാത്തത്? വൈ കോർഡിനേറ്റ് ആണ്. അതായത് 4 ചേഞ്ച് ചെയ്യില്ല. അപ്പൊ എന്ത് കിട്ടും? 3, 4. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? 3, 4 എന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ബിയും ഡിയും കിട്ടി. നമ്മുടെ എ പാർട്ട് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ദെൻ ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്? ഡയഗണൽ, ഏതെങ്കിലും ഒരു ഡയഗണലിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ലെങ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ എ സി ആ രണ്ട് പോയിന്റ്സ് കൺസിഡർ ചെയ്തിട്ട് അതിന്റെ ഡിസ്റ്റൻസ് കാണാം. എ സി എന്ന് പറയുന്നതിന്റെ ലെങ്ത് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ആ ഒരു പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണുന്നുള്ള ക്വസ്റ്റ്യൻ എന്താണ്? x2 - x1 സ്ക്വയർ പ്ലസ് y2 - y1 സ്ക്വയർ. അപ്പൊ എന്ത് ചെയ്യുക? എയും സിയും കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണ്? ഓൾറെഡി അത് ക്വസ്റ്റ്യനിലുള്ളതാണ്. അത് ചെയ്യുകയാണെങ്കിൽ ഇൻ കേസ് നമ്മൾ ആദ്യത്തെ തെറ്റിപ്പോയാലും രണ്ടാമത്തെ ഉത്തരം കറക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. സോ എന്താണ്? എ സി 7 - 3 സ്ക്വയർ പ്ലസ് 4 - 1 സ്ക്വയർ. എക്സ് കോർഡിനേറ്റ്സ് തമ്മിൽ മൈനസ് ചെയ്യുക, സ്ക്വയർ ചെയ്യുക. വൈ കോർഡിനേറ്റ്സ് തമ്മിൽ മൈനസ് ചെയ്യുക, സ്ക്വയർ ചെയ്യുക. ഓക്കെ, അപ്പൊ എന്ത് വരും? 7 - 3 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 സ്ക്വയർ 16 വരും. 4 - 1 3 ആണ്. 3 സ്ക്വയർ 9 വരും. സോ എന്ത് വരും? √25 ദാറ്റ് ഈക്വൽസ് 5. ഓക്കെ, ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ഒന്നുമല്ലല്ലോ. സിമ്പിൾ ആയിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.